ഹലോ എവറിബഡി, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ പനിയൊക്കെ മാറി, അസുഖമൊക്കെ മാറി, ഉഷാറായി, ബാക്ക് ടു നോർമലായി കേട്ടോ. അപ്പോൾ ആക്ച്വലി ഈ ബുധനാഴ്ച വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഒരു ഫ്രഷ് കണ്ടൻ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു കണ്ടൻ്റായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണേ. എന്താണെന്നറിയാമോ? വാട്ട്സ് ഇൻ മൈ ബാഗ്. എന്തൊരു ഫ്രഷ് കണ്ടൻ്റ് അല്ലേ! ആരും ഇതുവരെ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത് അതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ് അത് മരിച്ചുപോയി. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഞാൻ ഇതുവരെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടില്ല. ഒരു ഷോർട്സ് പോലും ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ആകെ അമ്മൂൻ്റെ വാട്ട്സ് ഇൻ മൈ സ്കൂൾ ബാഗ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇതുവരെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ ട്രെൻഡ് എന്നേ കഴിഞ്ഞു പോയതാ. പക്ഷെ എന്നാലും എനിക്കൊരാഗ്രഹം, എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ബാഗ് എന്ന് പറയാനായിട്ട് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന എൻ്റെ ബാഗ് അത്രേ ഉള്ളൂ. അതല്ലാണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബാഗിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വല്ല ലിപ്സ്റ്റിക്കോ ചീപ്പോ അല്ലെങ്കിൽ കുറച്ച് പൈസ എങ്ങാനും ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലാണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന ബാഗിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ക്യാരി ചെയ്യുന്ന ആളല്ല. എനിക്കിങ്ങനെ പൊതുവെ അങ്ങനെ ചുമന്ന് നടക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകില്ല. പിന്നെ ബാഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരെയും പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രാൻഡഡ് ബാഗ്സ് മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, കുറച്ചൊരു വില കൂടിയ ബാഗ് ഇങ്ങനെ ഓൺലൈനിൽ സ്ക്രോൾ ചെയ്ത് എന്നാൽ അത് ആഡ് ടു കാർട്ട് കൊടുത്ത് പേയ്മെൻറ്റ് കൊടുക്കണതിന് തൊട്ട് മുന്നേ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരും. ഇപ്പം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബാഗ് മേടിച്ചാലും ചെറിയ വിലയ്ക്ക് ബാഗ് മേടിച്ചാലും ഒരേ സാധനങ്ങൾ തന്നെയല്ലേ അതിലിടണേ. അപ്പോൾ പിന്നെ എന്തിനാ ഇത്ര പൈസ കൊടുത്ത് മേടിക്കണേ? പിശിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതെ, അമ്മ പറയണ ഒരു പരിധി വരെ ഞാനൊരു പിശിക്കുകയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ബാഗ് എനിക്ക് എന്നെങ്കിലും ഒരെണ്ണം, അങ്ങനെ ഒത്തിരി ഒന്നും വേണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ബാഗിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, ഞാൻ മേടിക്കുമായിരിക്കും. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ബാക്ക് ടു മൈ ഓഫീസ് ബാഗ്. അപ്പം ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. ഇങ്ങനെ പറയണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇത് കണ്ടോ ഗൈസ്, പൊട്ടിപ്പോയി. ഇതായിരുന്നു കേട്ടോ ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഈ സൂക്കിൻ്റെ ഈ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബാഗ്. ഭയങ്കര അടിപൊളി ബാഗാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റൈലിഷായിട്ടും നമുക്ക് കൊണ്ടടക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇതിപ്പോൾ ഞാനിങ്ങനെ മടക്കി സൂക്ഷിച്ച് വെച്ചായിരുന്നു ഇത് മുഴുവൻ ചളിങ്ങിയിരിക്കാം. അപ്പം പറഞ്ഞു വന്നത്, അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ ഇത്. ഈ ആർക്കെങ്കിലുമൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഞാൻ ഒത്തിരി നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനിപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒരു കണ്ടോ, ഇതിൻ്റെ ഈ വള്ളി ചെറുതായിട്ടൊന്ന് തയ്ച്ച പോർഷൻ വിട്ടുപോയി എന്നേ ഉള്ളൂ. ഇത് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തയ്പ്പിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്ക് ടു നോർമലാവും ഈ ബാഗ്. ഒരു കുഴപ്പമില്ല, വേറെ ഒരു കുഴപ്പവും ഈ ബാഗിന് വന്നിട്ടില്ല. ഇത് എൻ്റെ മടി കാരണം ഞാൻ ഇതുവരെ ഇത് എവിടെയും തയ്ക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുക്കണം. എനിക്കിനി ഈ ബാഗിൽ കൊണ്ടുപോകണം. എൻ്റെ മടി കൊണ്ടാണ് ഞാൻ ഇത് റിപ്പയർ ചെയ്യാത്തത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബാഗിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. വെറുതെ ഞാൻ കാണിച്ചാൽ ഈ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന്. നമുക്ക് ലാപ്ടോപ്പ് ഇടാനായിട്ട് ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സ്പോഞ്ചുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയ റാക്കുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു സൈഡ് സിപ്പുണ്ട്. പിന്നെന്താ, ഇവിടെയും ഇതുപോലെ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഫോണൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാനായിട്ടുള്ളൊരു പൗച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബാഗ്. ആർക്കെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബാഗിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് ഏതാ എന്ന് ചോദിച്ചാൽ
അത് ദേ ഈ ബാഗാണ് ഗൈസ്. ഇത് നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ കിട്ടുന്ന ബാഗാണ്. ലാപ്ടോപ്പ് തരുമ്പോൾ അവർ അതിൻ്റെ കൂടെ തരുന്ന ബാഗാണ്. ആ ബാഗാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഓഫീസിൽ കൊണ്ടുപോകണത്. പക്ഷേ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല ക്യാരി ചെയ്യാൻ. തിരിച്ചെനിക്ക് എൻ്റെ സൂപ്പ് ബാഗിനെ ശരിയാക്കി എടുക്കണം, എന്നിട്ട് വേണം അത് ഓഫീസിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ബാഗിൻ്റെ ഭംഗിയൊന്നും നിങ്ങളെ കാണിക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതിനകത്ത് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് വെറും ഒരു ബാക്ക് പാക്കാണ്. അപ്പോൾ ഇനി ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഇതിനും നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് ജോലി ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം നമ്മുടെ ലാപ്ടോപ്പ്. ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് HP ലാപ്ടോപ്പാണ്. സോ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. പിന്നെ ലാപ്ടോപ്പ് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എസ്പെഷ്യലി നമ്മൾ വർക്ക് ഫ്രം ഹോം ചെയ്യണവരാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓഫീസ് സെറ്റപ്പൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിലും ഇത് ഭയങ്കര ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇതെന്താണെന്നറിയാവോ? ഇത് ലാപ്ടോപ്പ് സ്റ്റാൻഡ്. ഇതൊരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ ഇത് ചെയ്ത് നമുക്ക് വേണ്ട ഹൈറ്റിൽ നമുക്ക് ലാപ്ടോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പല ഞാൻ കാണിച്ചു തരാം. ഇതിൽ പല ഇത് കണ്ടോ, ഇങ്ങനെ സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും വെച്ച് നമുക്ക് വേണ്ട ഹൈറ്റിൽ ഇത് ലാപ്ടോപ്പ് വെക്കാൻ പറ്റും. ആൻഡ് നല്ല ഹാൻഡിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇത് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പൗച്ച്. അപ്പം ഞാൻ അതിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ്. പിന്നെ ഞാൻ ഈ ഒരു ബാഗ്, ഇത് അമ്മു പണ്ട് ക്രാഫ്റ്റ് സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ബാഗാണ്. ഇപ്പം ഞാനത് എൻ്റെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി എടുത്തത്. കാരണം ഇപ്പോൾ അവളത് ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാനിത് എന്തിനാണ് എടുത്തേക്കണേന്ന് വെച്ചാൽ, എനിക്ക് ഈ പണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായില്ല. ഞാൻ പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്വഭാവമാണത്. അതായത് പണ്ട് ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി അങ്ങനെയൊക്കെയായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പം പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അതിന് പകരം ഞാനിങ്ങനെ, എസ്പെഷ്യലി നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ഞാനിങ്ങനെ കൂട്ടി യോജിപ്പിച്ചൊക്കെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പതേ ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കണേ. ഇത് കണ്ടോ, ഇത് നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്തിടാൻ പറ്റും. ഇതിങ്ങനെ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. ഇതിന് ശരിക്കും ഒരു പ്രോപ്പർ കമ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നീറ്റായിട്ടൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അത് ചാർജറുണ്ട്, എൻ്റെ മൗസ്. പിന്നെ ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പം ഒബ്വിയസ്ലി വീട്ടിലെ പോലെ നമുക്ക് ബഹളം വെച്ച് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹെഡ്ഫോൺസ്. ഇതും ഈ ബാഗിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്നത്. എല്ലാം കൂടെ ഇടാനുള്ള സ്ഥലമില്ല. എനിക്കിനി ഇതിന് പറ്റിയൊരു പ്രോപ്പർ ഒരു സാധനം കൂടെ മേടിക്കണം. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സംഗതിയാണ് എൻ്റെ ഫോൺ ചാർജർ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പൗച്ചിലിട്ട് ഞാൻ കൊണ്ടുപോകാറ് കേട്ടോ. അപ്പം അത് പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനം ഇതിൽ വെള്ളമില്ല. ഇതാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിൽ. ഇത് കുപ്പിയുടെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അതിൻ്റെ കവറാണിത്. ഇത് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചത്? മാക്സിൽ ഒരിക്കൽ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പം അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ 199 ആണെന്ന് തോന്നുന്നു ഇത് മേടിച്ചത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ അതും നിറയ്ക്കാം, തണുത്തവെള്ളമാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ. പിന്നെ ഇപ്പുറത്തെ കളി, ഇതിൻ്റെ അകത്ത് ഇത് ഒരു ഡയറി, അതിൻ്റെ കൂടെ തന്നെ ഒരു പേന, നമുക്ക് അന്നന്ന് ചെയ്യാനുള്ള വർക്കൊക്കെ എഴുതി വെക്കാനായിട്ടുള്ള ഒരു സംഗതി. പിന്നെ എൻ്റെ സ്പെക്സ്. ഇത് വളരെ അത്യാവശ്യമാണ്, കാരണം ഭയങ്കര സ്ക്രീൻ ടൈം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കൊള്ളാവോ? ഇത് ഒത്തിരി നാൾ മുന്നേ ഞാൻ മേടിച്ച സ്പെക്സാണ്. എനിക്ക് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അടുത്ത് തന്നെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം, ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നൊരു പരിപാടി എനിക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് എൻ്റെ സ്പെക്സ്. പിന്നെ
ഇതുപോലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ ക്ലീനാക്കി നമ്മുടെ ലാപ്പ് സൂക്ഷിക്കാൻ നോക്കിയാലും എപ്പോഴും ലാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം വീട്ടിലൊക്കെ പൊടി ഉണ്ടാവുമല്ലോ, അപ്പം സ്ക്രീനിൽ ഭയങ്കര പൊടിയായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു മൈക്രോ ഫൈബർ തുണി എപ്പോഴും കൊണ്ടുപോകും. എനിക്ക് അങ്ങനെ സ്ക്രീനിൽ പൊടി ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അത് കാരണം അങ്ങനെ ഒരു തുണി ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇത് എൻ്റെ സപ്ലിമെൻറ്റ്സ്. ഇത് ഫിഷ് ഓയിലാണ്. ഇത് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് നല്ലത് എന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാനിത് കൊണ്ടുപോകാൻ മറക്കും, കഴിക്കൂല. അത് കാരണം ഞാനിപ്പോൾ ഓഫീസ് ബാഗിൽ തന്നെ ഇട്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ രാവിലെ ഇത് ഓർത്തെടുക്കാനൊന്നും ഓർക്കില്ല. അപ്പോൾ അത് കാരണം എൻ്റെ സപ്ലിമെൻറ്റ്. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ക്യൂട്ടി പൗച്ച്. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അതിനാകെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പെർഫ്യൂമുണ്ട്. ഇത് എൻഗേജിൻ്റെ ഒരു പെർഫ്യൂമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ മണം, നല്ല മണം. അപ്പം എൻഗേജിൻ്റെ ഒരു പെർഫ്യൂം, ഒരു മിനി പെർഫ്യൂം, ഒരു നൈക്കയുടെ ഒരു ഹാൻഡ് ക്രീം, പിന്നെ ഇത് ഒരു ചീപ്പ്, ഒരു ഹെയർ ടൈ, പിന്നെ ലിപ്സ്റ്റിക്ക്. അത് ഒരെണ്ണം ലിപ്പ് ലൈനറാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത്രയും സംഗതികളാണ് ഞാൻ ഇതിനകത്ത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു സംഗതിയും കൂടി ഉണ്ടല്ലോ. യെസ്, ഞാൻ ഇവിടെ ഒരു കുട്ടി പൗച്ചുണ്ട് ഇവിടെ. അതിൽ എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഇത്തിരി പൈസ ഞാൻ എടുത്തിട്ടേക്കും. ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ എങ്ങാനും പെട്രോൾ അടിക്കാൻ കയറി ഗൂഗിൾ പേ വർക്കായില്ല, കയ്യിൽ കാശ് വേണ്ടേ, സോ അതിന് വേണ്ടി ഒരു 500 rupees വെച്ചിട്ടുണ്ട്. പിന്നെ ദിസ് ഈസ് മൈ ഹെഡ്സെറ്റ്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് കൊളീഗ് ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം, ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഹെഡ്സെറ്റ്. ഇപ്പം എത്ര വർഷമായി? മോർ ദാൻ 3 years ആയി തോന്നുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, അടിപൊളിയാണ്. അപ്പം ഈ ഒരു ഹെഡ്സെറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ബാഗ് കഴിഞ്ഞു. ഇത്രയും സംഗതികളാണ് ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം തീർത്തേക്കാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇത്രയൊക്കെയാണ് ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന എൻ്റെ ബാഗിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ബാഗ് മാറ്റി എൻ്റെ സൂക്കിൻ്റെ ബാഗ് പഴയതുപോലെ അതിലേക്ക് ആക്കണം. പിന്നെ ഒരു സംഗതിയും കൂടെ ഉണ്ടാവും കേട്ടോ, എൻ്റെ ലഞ്ച് ബോക്സ്. അതിപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. ഇന്നിപ്പോൾ എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായില്ലോ. അതുകൊണ്ട് എൻ്റെ ലഞ്ച് ബോക്സ്. ഇത്രയും സംഗതികളാണ് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം എന്താ, കൂടുതലൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഇതുവരെ കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.